യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് തമ്പ്നെയിലിൽ കണ്ടതുപോലെ റുവക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. റുവക്കുട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. ഇന്ന് റുവാക്ക് 1 വയസ്സ് തികയുവാണ് കേട്ടോ. എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ പോകുന്നത്. 1 വർഷം അങ്ങനെ പെട്ടെന്ന് പോയി. അവൾ പെട്ടെന്ന് വലുതാവുന്നത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട്, മാഷാഅല്ലാ സന്തോഷമുണ്ട്. എന്നാലും ഇത്രയും പെട്ടെന്ന് വലുതാവണ്ടായിരുന്നു. 1 വർഷം പെട്ടെന്ന് അങ്ങ് പോയി. പിന്നെന്താ, പിന്നെ ഞങ്ങൾ റെഡി ആവാനുള്ള തിരക്കിലാണ്. വൈകിട്ട് ഈവനിങ് പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ റെഡി ആവണം. അങ്ങനെ ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് റെഡി ആവാണ്. ഇവളിപ്പോഴും ഇരുന്ന് കണ്ണാടിയൊക്കെ വെച്ച് കളിക്കുക. അങ്ങനെ ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വന്ന് മാംഗോ ജ്യൂസൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേനും അവളെ ഉമ്മ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെയാണല്ലോ, ഉറക്കിക്കഴിഞ്ഞാൽ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യാൻ അവർ ഇരുന്ന് തരത്തുള്ളൂ. ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ ആ സെക്കൻഡിൽ തന്നെ അവൾ എണീറ്റ് അവൾ കണ്ടത് ഷാജിയാമ്മ, എൻ്റെ വാപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുള്ള അവളുടെ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ജീപ്പ് മാഷാഅല്ലാ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്രയും നല്ലൊരു ജീപ്പ് കൊണ്ടുവരുമെന്ന്. നല്ല രസമുള്ളൊരു ജീപ്പായിരുന്നു. അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നലെ വരെ കളിച്ചുകൊണ്ടിരുന്ന സൈക്കിൾ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ആ ജീപ്പിൽ കയറി ഇരിപ്പായി. അവൾ കളിക്കുന്ന ഒരു സമയം കൊണ്ട് എൻ്റെ നാത്തൂനാണ് കേട്ടോ ഇത്, റുവക്കുട്ടിയുടെ ഉമ്മ. അപ്പോൾ റുവക്കുട്ടിയുടെ ഉമ്മക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല, എന്നാൽ എനിക്ക് മേക്കപ്പ് ചെയ്തു കൊടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാനപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി ഓരോ വീഡിയോസ് കണ്ട് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്യാറുമുണ്ട്, ചെയ്ത് കൊടുക്കാറുമുണ്ട്. എനിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയിൽ കാക്ക വന്നിട്ട് അവളെ കളിയാക്കുന്നുണ്ടേ. ലിപ്സ്റ്റിക് ഒക്കെ വളരെ കുറച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ഷെയ്ഡ് കാണത്തില്ലേ. നമ്മുടെ ഫേവറേറ്റ് ഡേയ്സിൽ നമ്മൾ കൂടുതലും ആ ഷെയ്ഡായിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ അവൾക്കും ഉണ്ട് ഒരു ഫേവറേറ്റ് ഷെയ്ഡ്. അപ്പോൾ അവളുടെ ലിപ്സ്റ്റിക്ക് അവൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ റെഡി ആവാൻ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, പിന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു, പിന്നെ എൻ്റെ ടോണർ അടിച്ചു കൊടുത്തു, ലിപ് ബാം ഇട്ട് കൊടുത്തു. പിന്നെ ഇതൊരു മോയ്സ്ചറൈസറാണ്, എൻ്റെ കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ്. ഇതിട്ട് കൊടുത്താൽ വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. അതുകൊണ്ട് തന്നെ ആ ഒരു മോയ്സ്ചറൈസർ ഇട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് മസ്കാര ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ലൂസാണ്, ഇതെങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെല്ലാവരും വൈറ്റും റുവക്കുട്ടിയുടെ ഉമ്മായും വാപ്പായും ബ്ലൂവും അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഡ്രസ്സേ സ്റ്റൈൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ഞാൻ ഇട്ടു. പിന്നെ ലാസ്റ്റ് റെഡിയായി താഴോട്ട് ചെന്നപ്പോഴത്തേനും കാക്കയുടെ ഒരു ആൻറ്റിയാണ് കേട്ടോ പരിചയമുള്ള, ആ പുള്ളിക്കാരത്തി വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ റഫീഖാമ്മയും ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലാണ് കേട്ടോ വന്നത്. പുള്ളിക്കാരത്തേക്ക് ഫീവർ ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള സ്ഥലത്തോട്ട് പോയി. ഇത് സമുദ്രയുടെ അടുത്തുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. അവിടെയാണ് പോയത്. മാമ പറഞ്ഞ് സെറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോയി ഫോട്ടോസൊക്കെ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നെ മഴയുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് നേരത്തെ പോകാനൊന്നും പറ്റിയില്ല. പിന്നെ മഴ എന്തോ ഭാഗ്യത്തിന് മഴ ആ സമയത്ത് ഇല്ലായിരുന്നു. പോയി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ കാണാനൊക്കെ, അടിപൊളിയാണ്. കുറേ പച്ചപ്പ് 4 സൈഡിലും പച്ചപ്പ്. പിന്നെ എന്താ, സ്വിമ്മിംഗ് പൂളുണ്ട്. അങ്ങനെ ഒരു നൈസ് സ്പോട്ടാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. സമുദ്രയ്ക്ക് അടുത്താണുള്ളത് ഈ ഒരു സ്പോട്ട്. പിന്നെ റുവക്കുട്ടിയുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പൂളിൽ കുളിക്കാനായിട്ട് ഒറ്റയ്ക്ക് ഒരു കൊച്ചു ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ആ കൊച്ചിൻ്റെ കൂടെ ആരെയും കണ്ടില്ല. കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവരുടെ വീട്ടുകാരൊക്കെ വന്നത്. പിന്നെ ആ കൊച്ചിനെ കണ്ടപ്പോൾ റുവക്കുട്ടിക്ക് സന്തോഷമൊക്കെ ആയിട്ടുണ്ടേ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് പോകണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് ഇറങ്ങി. വീടിനടുത്ത് തന്നെ ഉള്ളൊരു ഹോളാണ് കേട്ടോ ബുക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ ഡെക്കറേഷനും ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് പ്രവീൺ ചേട്ടനും ടീമുമാണ് കേട്ടോ. പിന്നെ കേക്ക്, ഞങ്ങളുടെ എല്ലാ ബർത്ത്ഡേ ഫംഗ്ഷനും വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ വേണ്ട എന്ത് കാര്യങ്ങൾക്കും ഓർഡർ കൊടുക്കുക സബീന ആൻറ്റിക്കാണ് കേട്ടോ. പുള്ളിക്കാരിത്തീരെ കേക്കായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്നു. ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫംഗ്ഷന്. അപ്പോൾ ഉമ്മയുടെ ഫാമിലിയിൽ നിന്നുള്ളവർ തന്നെയാണ് എൻ്റെ നാത്തൂൻ്റെ ഫാമിലിയിലുള്ളത്. കാര്യം എൻ്റെ ഉമ്മയുടെ ബ്രദറിൻ്റെ മോളാണ് എൻ്റെ നാത്തൂൻ. പിന്നെ എൻ്റെ വാപ്പയുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേരേ വന്നിട്ടുള്ളൂ. ഞങ്ങൾ അത്ര ഒരുപാടായിട്ട് ക്ലോസ് ഒന്നുമല്ല, നമ്മൾ ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വാപ്പയുടെ ഫാമിലി, വാപ്പയുടെ ഫ്രണ്ട്സ് അങ്ങനെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ കേക്ക്
കേക്കൊക്കെ മുറിച്ചതിന് ശേഷം പിന്നെ ഈ സുഫിയാൻ പറയുന്നത് ഞാൻ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളാണെന്നാണ് കേട്ടോ. പിന്നെ ഞാനൊന്ന് പുറത്തൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വാപ്പാടെ കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും ഓരോ വഴിക്കായിട്ട് പിരിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് ആദ്യം പോയി, പിന്നെ കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കാര്യങ്ങൾ, കുറേ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് കുറേ ടൈം അവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്ത്. നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ ബർത്ത്ഡേ പെട്ടെന്ന് കഴിഞ്ഞതുപോലെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുമ്പോഴാണല്ലോ എല്ലാവരും കൂടെ ഒത്തുകൂടുക. അപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും, നല്ല വൈബായിരിക്കും. ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരും കൂടെ ചേരുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ ഞങ്ങൾ കസിൻസൊക്കെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്നിട്ട് വീട്ടിലോട്ട് വന്നു. ഒരു ലോഡ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, മാഷാ അല്ലാ. അപ്പോൾ ബർത്ത്ഡേ ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.